ഹലോ ഹലോ. ആ പറഞ്ഞോ. എവിടെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. തന്നെ? എവിടെ എൻ്റെ ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല, ഓൻ വന്നിട്ടില്ല, ഓൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, അപ്പൊ ഒറ്റക്കല്ലേ, അപ്പൊ പേടിയാവൂലേ? ഓ, നമുക്കിതൊക്കെ ശീലായില്ലേ, എന്തോ ഒറ്റക്ക് ഒറ്റക്ക് നിന്ന് പേടിയൊക്കെ മാറിപ്പോ. ഓ, പേടിയില്ലാത്ത കൂട്ടത്തിലാണ്. ഏയ് അങ്ങനൊന്നുമില്ല, അതൊക്കെ ശീലായി. അല്ല, എന്തായി, ഫുഡ് കഴിച്ചോ? ഓ, ഫുഡൊക്കെ കഴിച്ചു. എന്നോടേ കൊറേ കാലത്തിന്റെ ശേഷമാണ് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണത്. എന്താ ഹസ്ബൻഡൊന്നും അങ്ങനെ ചോദിക്കാറില്ല? ഓനക്കൊക്കെ ഞാൻ ഫുഡ് കഴിച്ചാലും എന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള സ്നേഹം കുറയാണ് അല്ലേ? ഏയ്, അതങ്ങനൊന്നല്ല. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്കൊന്നും പ്രണയം പോറാവുന്നില്ല. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ അല്ല, ഈ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കൂല. അതെന്താ? കുറച്ച് കഴിയും. എന്നാലും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. ഓ, എല്ലാം ലേറ്റ് ആണല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണൊക്കെ ലേറ്റ് ആണല്ലോ. അല്ല, എന്നെ എൻ്റെ ഹസ്ബൻഡ് സ്നേഹിക്കലൊന്നുമില്ലോ? സ്നേഹിക്കലുണ്ടോ ചോദിച്ചാൽ ഓനിക്കെപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ് വലുത്. പിന്നെ എൻ്റെ ഉള്ളിലൊക്കെ പ്രണയം ചത്തിട്ട് കുറേ കാലമായി. എടോ, നമ്മളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാ ഞാനുണ്ട്. ഓ, അങ്ങനെ. അല്ല, നമുക്കൊന്ന് മീറ്റ് ചെയ്യണ്ടേ? ഓ, മീറ്റ് ചെയ്യണം. ഞാൻ വീട്ടിലേക്ക് വന്നല്ലോ. ഓനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തെടുക്കും. എന്നൊക്കെ ഒടുക്കാന്ന് പറഞ്ഞ ഞാൻ അവിടേക്ക് പറന്ന് വരാം. ഓ, ഓനിപ്പോ വീട്ടിലുണ്ടോ? ഇല്ല, വീട്ടിലില്ല. എപ്പോഴും എത്താന്ന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലേറ്റ് ആവുന്ന പറഞ്ഞത് എന്നോട്. എന്നാ എനിക്ക് എന്നെ കാണാൻ ബുദ്ധിമുട്ട്, ഒന്ന് വീഡിയോ കോളിൽ വരുമോ? എപ്പോഴോ? ആ, അതൊന്നും വേണ്ട. വാടോ, ഒന്ന് വാ പ്ലീസ്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഓ, പിന്നെ വാടാ, ഒന്ന് കോളാക്ക്, വീഡിയോ കോള്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഓ, നേരത്തെ ഇതേപോലെ പറഞ്ഞിട്ട് ഒറ്റ പോക്ക. അല്ല, ഞാൻ ഇപ്പൊ വിളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് പണികളുണ്ട്, തീർത്തിട്ട് ഇപ്പൊ വിളിക്കാം. ഓക്കെ 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 ഓക്കെ. കോളിംഗ് ബെല്ലടിക്കണേ. ഈ നേരത്ത് ഓ, നിങ്ങളെ ഇന്നോ? ഓ, ഇപ്പൊ ഞാൻ വന്നതായ പ്രശ്നം? നിങ്ങളല്ലേ പറഞ്ഞു ലേറ്റ് ആവുന്ന്. നേരത്തെ വന്നാലും പ്രശ്നം, ഇനി നേരം ബെഗ്ഗി വന്നാലും പ്രശ്നം. അല്ല, എന്താണ് എന്റെ പ്രശ്നം? ഓ, എനിക്കൊന്നുമില്ലേ, ലേറ്റ് ആവുന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എല്ലാരും പെരി കയറി, പിന്നെ ക്ലബിലൊന്നും ആരില്ല, അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പെരിക്ക് പോന്ന്. അല്ല, ഇജ്ജെന്തെങ്കിലും മാറ്റി ഒരുങ്ങി, ഇജ്ജ് എവിടെയെങ്കിലും പോയി വരികയാണോ? എന്താ, എനിക്ക് ഇങ്ങനെ മാറ്റി ഒരുങ്ങി കൂടെ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ മാറ്റി ഒരുങ്ങിട്ട് കാണുന്നത്. അല്ല, വീട്ടിലിങ്ങനെ മാറ്റി ഒരുങ്ങി നിൽക്കേണ്ട കാര്യം എന്താ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചിട്ട് ഒരു റീൽ എടുക്കാൻ വേണ്ടി മാറ്റിയതാ. അല്ല, എന്തൊരു പ്രത്യേക സൗന്ദര്യം? എന്റെ മുഖത്തേക്ക് നോക്കിയാലേ എന്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയുള്ളൂ, അല്ലാതെ എപ്പോഴും ഫ്രണ്ട്സാളെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എന്തിനാ ഫെബി ഈ പുതിയതൊക്കെ പെരിയിലിട്ട് കണ്ട് ആകെ അരപ്പാക്കണത്? ഇതൊക്കെ പുറത്തേക്ക് പോകുമ്പോ ഇടാന്ന് വെച്ചിട്ട് എടുത്തു വെച്ചല്ലേ. നമ്മളെന്തായാലും പുറത്തേക്കൊന്നും പോണില്ലല്ലോ, നമ്മളാരും കൊണ്ടുപോകാനും ഇല്ലല്ലോ. അപ്പൊ പിന്നെ റീലൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ്ട് ഇട്ടതാണിത്. ഇപ്പൊ ഞാൻ എന്തൊക്കെ ഇട്ടതാ നിങ്ങളെ പ്രശ്നം? ഇതൊക്കെ പൂപ്പിലെടുക്കാൻ വേണ്ടി വാങ്ങിയതാ. എന്തായാലും നല്ല രസമുണ്ട് കാണാന്. അല്ല, നിങ്ങൾ ഫുഡ് കഴിച്ചിക്കണോ? ആ, ഫുഡൊക്കെ കഴിച്ചിക്കണേ. ഇജ്ജ് വരുമ്പോ കുറച്ച് വെള്ളം എടുത്തട്ടാ. എടാ എല്ലാരും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ലൈനിൽ വരിട്ടാ.
എല്ലാം വരി ഗെയിം കളിക്കാൻ ടൈമായേ. വേം വരി എത്തണേ. ദാ വെള്ളം. താങ്ക് യു. വെൽക്കം. അല്ല നിസാമിന്റെ അടുത്ത് പണിയൊക്കെ കഴിഞ്ഞോ? ആ എടാ ഓനെ ശ്രദ്ധിക്ക. ആ അവിടെ ആ ഇതിന്റെ ബാക്കിലുണ്ട്. ആ സൈഡിലൊക്കെ ആ സൈഡില് എടാ ഓനെ ശ്രദ്ധിക്ക സീനാണ്. ഞാന് ഇതൊക്കെ എന്തിനിപ്പൊ കളിക്കണത്? ഡിസ്റ്റർബ് ആക്കല്ലേ. ഞാൻ ഒരു കാണിച്ചു നമ്മൾ ആ നിവിൻപോളിന്റെ പുതിയ പടം വന്നു, നമുക്ക് നാളെ കാണാൻ പോയാലോ? ഞാൻ ഇതൊന്നും ആദ്യം കളിക്കട്ടെ. അതുപോലെ എല്ലാരും ലൈനില് വന്ന സമയമാണ്. എടാ ഒന്ന് മാറ്റി വെച്ചാ. എന്നോട് ഞാൻ പറഞ്ഞു ഫോണ് കൈക്കൊന്ന് പിടിച്ചു വലിച്ചെടുത്ത് വന്നത്. എടുത്ത് വെച്ചേക്കാ. കിടന്നുറങ്ങിയോക്കാ. ഫുഡ് കഴിച്ചല്ലേ? എന്തൊക്കാ നമുക്ക് നാളെ നിവിൻപോളിന്റെ പടം കാണാൻ പോവാ. എല്ലാരും പറഞ്ഞു നല്ല രസമുണ്ട്. ഞാൻ ഇല്ല മോളെ, നാളെ പണിയുള്ളതാ. പണി കഴിഞ്ഞിട്ട് പോയാ മതി. രാത്രിയൊക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം. ആ പണി കഴിഞ്ഞ് വന്നാലേ കജ്ജും കാലും മേനായിട്ട് ഇവിടെ കെടുത്തുന്ന തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ പടത്തിനൊന്നും ജനോട് പോയിക്കോ. നിങ്ങൾ നാളെ പണിക്ക് പോകണ്ട. നാളത്തെ ഒരു ദിവസല്ലേ, നിങ്ങൾ അതും കൂടി ലീവാക്കി. എടാ ശ്രദ്ധിക്ക്. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ വേണ്ടി ലീവ് ആക്കണ്ടല്ലോ. ആ നാളെ ഞാൻ ലീവാക്കാം ട്ടാ. കാത്തിരുന്ന ഹലോ സുപ്പനെ, ആ നാളെ പടത്തിനുണ്ടാ? പടത്തിന് നാളെ പണി ഉണ്ടാന്ന് അറിയില്ല. പണി ഉണ്ടെങ്കിൽ പണി ലീവാക്ക്. എന്തേ ഉച്ചക്കാണ് ഷോ. ബുക്ക് ചെയ്തിക്കണാ? ബുക്ക് ചെയ്ത്. ഓക്കേടാ ഓക്കെ. വിളിക്ക്. ഇപ്പൊ നിങ്ങക്ക് പ്രശ്നമില്ലേ പണി ലീവ് ആക്കണേനൊന്നും? ഓ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ? ഓല് വിളിച്ചുമ്പോ എന്തായാലും പോവാതിരിക്കാൻ പറ്റൂല പെപ്പേ. നിങ്ങൾ ആ ഗെയിമൊക്കെ ഒന്ന് എടുത്തു വെക്ക്, നമുക്കൊന്ന് കെടുക്കാം. ആ എനിക്ക് ഗെയിമിനെ പറ്റുന്ന അറിയില്ല കേട്ടോ. കേറടാ കേറ്. മതിക്കാ, നാളെ കളിക്കാലോ. നിങ്ങളിപ്പോ അവരുടെ അടുത്ത് തന്നെയാണ് പോകുന്നത്. ഇതൊന്നും ഉണ്ടായിരിക്കും പെപ്പിന. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കോ ചെയ്. കോൺസെൻട്രേഷൻ കളയാനായിട്ട്. അപ്പൊ നിങ്ങളെന്താ ഇന്നൊന്നും മെയിൻഡ് ആക്കാത്ത? ഇത് കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ ഞാൻ മെയിൻഡ് ആക്കാം. ഒരു തൊയിരം തരും ഫെബ്ന. മിസ്കോളോ. ഹലോ എവിടെയെന്ന് ചെയ്? എടാ ഓൻ വന്നിക്കണു. ആര് ഹസ്ബൻഡ് എത്തിയോ? ആ സഫ എത്തിക്കണം. ഓൻ ലേറ്റ് ആവുന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ എത്തിക്കണം. അതാ പിന്നെ ഓനിട്ട് സംസാരിക്കുന്നു. വീഡിയോ കോൾ ചെയ്യാറുണ്ട്. വീഡിയോ കോള് ഞാൻ നാളെ ചെയ്യാലോ. എടോ ഇപ്പൊ ചെയ്യേ. കാണാൻ പൂതിയായിട്ടല്ലേ ഓനോട്. എന്നിട്ട് ഓൻ്റെ ഫ്രണ്ട്സാളപ്പം ഗെയിം കളിക്കുക ഫോണിൽ. വീഡിയോ കോൾ ചെയ്യാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഥവാ കണ്ടു വന്നാൽ ഇനിയിപ്പോൾ അതൊരു പ്രശ്നമായാലോ. എന്നാ ഓക്കെ, എന്നാ വേണ്ട, എന്നാ കിടന്നറിയ. നാളെ വിളിക്കണ്ട. ഓക്കെ. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാതെ ഇങ്ങോട്ട് വിളിക്കരുത് കേട്ടോ. കാരണം ഈ വിളിക്കണ സമയത്ത് ഓനിട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ തെറ്റിദ്ധരിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ തെറ്റിദ്ധരിക്കാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യാനല്ലോ. എന്നാ ഓക്കെ. ഞാൻ നാളെ ഓന് പണിക്ക് പോയിട്ട് ഈക്ക് വിളിക്കുന്നു. ഓന് നാളെ പണിക്കൊന്നും പോണില്ല. ഓന് ഫ്രണ്ട്സുകളൊപ്പം ഫിലിം കാണാൻ പോവാണ്. അപ്പം ഞാൻ വിളിക്കണ്ട്. ഓക്കെ 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 എന്നാൽ. ഇജ്ജ് ഇവിടെ ഉണ്ടായിരുന്നാ?
പിന്നെ ഞാൻ പോയിച്ചേരാട്ടോ. ഞാൻ ഇന്നലെ ഗെയിം കളി കഴിഞ്ഞപ്പോ എനിക്ക് ഉറങ്ങിക്കണം. പിന്നെ ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചണ്ടായി വിചാരിച്ചേ. ഞാൻ അപ്പൊ അതിനെ പറ്റി ഇങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ അടുത്ത ചൊവ്വാഴ്ച നീ എന്തുണ്ടെങ്കിലും മാറ്റി വെച്ചോണ്ട് കേട്ടോ. ചൊവ്വാഴ്ച എന്താ പരിപാടി? എന്താ പരിപാടിന്നോ? അന്നല്ലേ മുത്തമ്മാന്റെ മോന്റെ എൻഗേജ്മെന്റ്, നമുക്ക് പോണ്ടേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ആ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇനിയിപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടാകും. അത് നിങ്ങള് മറന്നില്ലേ? നിങ്ങൾ ഏതായാലും ഫ്രണ്ട്സിന്റെ പരിപാടിയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുന്നല്ലോ. ചൊവ്വാഴ്ച അല്ലേ? എടി ഞായറാഴ്ച നിസാമിന്റെ പരിപാടി. ഞായർ കഴിഞ്ഞ് തിങ്കൾ ചൊവ്വാഴ്ച നിസാമിന്റെ പെണ്ണുങ്ങളെ പേര് നിങ്ങണ്ട് വരുന്നത്. അന്ന് എനിക്ക് എന്തായാലും പറ്റില്ല. ഇക്കും അവൻ്റെ അടുക്ക് പോവാനുള്ളതാണ്. ഇജ്ജ് പോയിക്കോണ്ട്, ഞാൻ ആക്കി തരണ്ടേ. എന്തൊരു കഷ്ടാണ്ടിക്ക. എൻഗേജ്മെന്റ് അല്ല എന്റെ പൊന്നാര ഫെബിയെ. ഈ കല്യാണത്തിന് കൂടെ എൻഗേജ്മെന്റിന് നിങ്ങളൊക്കെ പോയാൽ മതി. ഞാനൊന്നും ഈ നിസാമിന്റെ പരിപാടിക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഈ പറഞ്ഞു നിങ്ങളുടെ ഒരു പണിയേ, ഓന്റെ പെരി തന്നെ കൂടിക്കോ. ഓളെ പെരുന്ന ആൾക്കാർ വരുന്ന നിങ്ങൾ ഇതിന് പോണതേ. എനിക്ക് അതാണ് പറഞ്ഞാൽ മതി. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല മോളെ. എനിക്ക് എന്റെ മൂത്താപ്പാന്റെ മോന്റെ എൻഗേജ്മെന്റ് കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അതേ മാതിരി തന്നെയാണ് നിസാം. ഓക്കെ എന്തൊക്കെ ഒരു അത്രയും ദൂരം വന്ന് ഇവിടെ പറഞ്ഞതല്ലേ, പോവാതിരുന്ന മോശമാണ് ടിക്ക. അതിനല്ലേ പൊന്നാര ഫെബി എന്നെ തലേന്ന് തന്നെ ഉണ്ടാക്കി തരേ. ഈ തലേന്ന് തന്നെ അവിടെ പോയിരുന്നോ? ഞാൻ ഇല്ല. എല്ലാരും ഉണ്ടാവും, അളിയന്മാരൊക്കെ ഉണ്ടാവും, നിങ്ങൾ മാത്രം ഉണ്ടാവായിരിക്കുള്ളൂ. ഞാൻ ഫ്രണ്ട്സൊക്കെ കൊടുക്കണേ കുറച്ച് വില എനിക്ക് തന്നൂടെ? ഞാൻ എന്നോട് പറഞ്ഞില്ല തലേന്ന് തന്നെ ഉണ്ടാക്കി തരാന്ന്. പരിപാടി കഴിഞ്ഞിട്ട് ഓരോട് ആരോടെങ്കിലും ഇങ്ങോട്ട് ആക്കി തരാന്ന് പറയും. ഓക്കെ ഞാൻ എന്തായാലും ഉണ്ടാവില്ല. എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാണ്ടി ഓരോടൊക്കെ. അല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ ചിന്റെ വീട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷനുകൾ കൂടിയിട്ടുണ്ടാ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാ അപ്പൊ എന്തെങ്കിലും തിരക്കാൻ പറയാണ്ട് ഒഴിഞ്ഞോളൂ. എന്തൊരു കഷ്ടാണിത്. ഇന്നെ പറഞ്ഞാ മതി. ഒക്കെ ഇന്റെ വീതിയാണ്, ഞാനായിട്ടുണ്ടാക്കി ഇന്റെ വീതി. കല്യാണം കഴിഞ്ഞിങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഇന്റെ പരിപാടികളൊക്കെ അനക്ക് വേണ്ടിട്ട് മാറ്റിയേക്കാ. ഞാൻ അന്നെ വിടാതിരിക്കണമെന്നില്ലല്ലോ. ഇജ്ജ് പൊയ്ക്കേ കൂടിക്കേ. അല്ല നിങ്ങൾ പിന്നെ എന്തിനാ ഇന്നെ കെട്ടിയത്? നിങ്ങൾ ഫ്രണ്ട്സാണ് കെട്ടിപ്പിടിച്ചിരുന്നാ പോരെ? 24 മണിക്കൂർ ഫ്രണ്ട്സ്. പൊന്നാര ഫെബിജി രാവിലെ തന്നെ തുടങ്ങല്ലേ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ എത്രാമത്തെ വയസ്സിലാ? 24-ാമത്തെ വയസ്സിലല്ലേ? ആ വയസ്സ് വരെ നിങ്ങളെ ഇഷ്ടത്തിനാണല്ലോ ജീവിച്ചത്. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കും എന്റെ കുട്ടിക്കോട് ജീവിച്ചോടെ നിങ്ങൾക്ക്. അതുവരെ ഫ്രണ്ട്സാണ് ഇപ്പൊ തന്നെ കൂത്തട്ടിയത്. എടി ഞാൻ ഇവിടെ എനിക്ക് എന്ത് കുറവാ വരുത്തിയിട്ടുള്ളത്? ഈ രാവിലെ തന്നെ തുടങ്ങലട്ടാ. പിന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചോ, നിങ്ങളെ കൂടെ ഉള്ളവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇവരൊക്കെ കല്യാണം കഴിച്ചാലേ അവർക്കൊക്കെ ഒരു ഫാമിലി ആവും വലുത്. ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോ. നീ നിസാമിന്റെ കല്യാണം കഴിട്ടെ, അപ്പൊ എനിക്ക് എന്റെ പെണ്ണുങ്ങളും കുട്ടിയൊക്കെ വരും വലുത്. ലാസ്റ്റ് നിങ്ങൾക്ക് ഞാനും എന്റെ കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ല രാവിലെ തന്നെ ഓരോന്നിട്ട് വന്നോളൂ. പിന്നെ ഞാനോടൊന്നും പറയാൻ വന്നിട്ട് ഞാൻ പോവാണ്. ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചോ. കാര്യം പറഞ്ഞ ഞാനേ വിളിക്കാണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാവാത്തേ. ഞാൻ ഇല്ലാതാവുമ്പോൾ അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വലിയ കാര്യായി. കഷ്ടം ഇയാളെ കൊണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഒന്നിനും പറ്റൂല. ഫ്രണ്ട്സുകൾ എന്തെങ്കിലും പറഞ്ഞാ ഒക്കെ ചെയ്യാൻ ഇന്നെ പറഞ്ഞാ മതി. ഞാൻ സ്നേഹം കൊടുത്ത് വാങ്ങിയത് അതൊക്കെ എന്റെ വീട്ടിൽ.